ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. സോ ഇന്ന് നമുക്കറിയാം ക്രിസ്മസിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. സോ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പിന്നെയും ഞാൻ ഒന്നും കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് സീരീസ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, വിച്ച് ഇസ് ചിക്കൻ സ്റ്റൂ. സോ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാംസ് ഓഫ് ചിക്കനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നത്. ഞാനത് ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് എല്ലാം കുറച്ചുകൂടി എളുപ്പമാകും. കാരണം നമുക്ക് കുക്കിംഗ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്, അത് നമുക്ക് നീളത്തിലരിഞ്ഞത്. കുറച്ച് ക്യാരറ്റ് നമുക്ക് ഡൈസ് ചെയ്ത് ഹാഫ് കപ്പ്, അതുപോലെ തന്നെ 2 സവാള വലുത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ടറ്റോസ്, ഇതും ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്തതാണ്. പിന്നെ അത്യാവശ്യം കറിവേപ്പില, പിന്നെ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല, ഞാനത് ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്താൽ മതി. 4 വലിയ പച്ചമുളക്, അതുപോലെ തന്നെ 8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. കാഷ്യൂനട്ട് പേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കറിക്ക്, വളരെ ഒരു യുണീക്ക് ഫ്ലേവറും തിക്കനിങ് ഏജൻറ്റും ആകും. പിന്നെ നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ പ്രഷർ കുക്ക് ചെയ്തപ്പോൾ കിട്ടിയ സ്റ്റോക്ക്, പിന്നെ നമ്മുടെ 1-ാം പാല്, ഇതിനാണ് കട്ടി കൂടുതൽ. പിന്നെ നമ്മുടെ 2-ാം പാല്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് കാണാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഒരു മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യാം. സോ ഇതെൻ്റെ ഫ്യൂച്ചറായുടെ നോൺ സ്റ്റിക്ക് പാനാണ്, അത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒന്നാന്തരം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതും ഞാൻ പാചകം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതി ഇതിലേക്ക്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. എണ്ണ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി തുടങ്ങിയ എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമ്മൾ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി വഴറ്റേണ്ട ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കുക. അത് നമുക്ക് നല്ലൊരു എരിവ് കിട്ടി. ഈ കറിക്ക് പച്ചമുളക് കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം നമ്മൾ അറിയാമല്ലോ വെള്ള കളറിലിരിക്കുകയാണ് കറി. അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടണം, കാരണം അതിനനുസരിച്ചുള്ള എരിവ് ഇതിൽ വരും. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പെപ്പർ മാത്രമേ ഇതിനകത്ത് വേറൊരു സ്പൈസ് ആയിട്ട് വരുന്നുള്ളൂ. സോ പച്ചമുളക് ഈ ഒരു കറിക്ക് വളരെ ആവശ്യമുള്ളതാണ്. നമുക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ടെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ലൊരു യുണീക്ക് ഒരു ടൈപ്പ് ഓഫ് എരിവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് പെട്ടെന്ന് വഴറ്റി വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിവിടെ സിലിക്കോൺ സ്പാച്ചിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഹീറ്റ് ആയാലും ഇത് ഉരുകി പോകത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോൺ സ്പാച്ചിലയാണ് ഇത്. യൂഷ്വലി നമുക്ക് ഈ ഒരു കുക്കിങ്ങിലൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് നമുക്ക് ഒത്തിരി ഒന്ന് വഴഞ്ഞ് വരണമെന്നില്ല, കാരണം ഈ സ്റ്റൂവിൽ നമുക്ക് സവാള ആയിക്കോട്ടെ പച്ചമുളക് ആയിക്കോട്ടെ എല്ലാം നമുക്ക് തെളിഞ്ഞ് കാണണം. ഒത്തിരി വാടേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു എല്ലാം ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. അതിനുശേഷം തന്നെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒരു യുണീക്ക് ഫ്ലേവർ ഈ കറിക്ക് കൊടുക്കുന്നതാണ്. കറിവേപ്പിലയുടെ മണം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു മണം തന്നെയാണ്. എല്ലാ കറികൾക്കും നമുക്ക് കറിവേപ്പില വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുരുമുളകും പച്ചമുളകും മാത്രമാണ് നമുക്ക് ഈ കറിയിൽ എരിവായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും പാകത്തിന് നമ്മൾ ചേർക്കുക, കാരണം ലാസ്റ്റ് വരുമ്പോൾ പിന്നെ കറിക്ക് എരിവില്ലാത്ത പോലെ ആവരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. അതുകൊണ്ട് നമുക്കൊരു ബാലൻസ് ആയി കിട്ടും. നമുക്ക് നല്ലൊരു തിക്നെസ് ഉള്ളൊരു കറിയാണ്, വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് യുണീക്ക് കേരള നാടൻ റെസിപ്പിയാണ്. ക്രിസ്മസിൻ്റെ ടൈമിൽ ഇത് വളരെ പ്രശസ്തമായി എല്ലാവരും, എസ്പെഷ്യലി ക്രിസ്ത്യൻ ഫാമിലീസ് മാത്രമല്ല എല്ലാ ഫാമിലീസിലും ഇത് വളരെ യുണീക്കായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലയാണ് ഇത്. ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഗരം മസാലയാണ് ഇത്. നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഒരു മസാലയ്ക്കകത്താണ്. കാരണം ഇത് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. കാരണം ഇത് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് പരീക്ഷിച്ചിട്ട് റെസിപ്പീസ് ആയിരിക്കും ഞാൻ കൂടുതൽ ഇടുന്നത്. പ്ലസ് കുറച്ച് ടിപ്സ് ഞാൻ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് എൻ്റെ മുത്തശ്ശി അടുത്തുനിന്നും എൻ്റെ അമ്മയുടെ അടുത്തുനിന്നൊക്കെ ഞാൻ ഒരുപാട് ടിപ്പ് ചോദിക്കുന്നുണ്ട്. പ്ലസ് എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എൻ്റെ ആയിട്ടുള്ള ഫ്യൂഷനും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്.
ഇത് ക്രിസ്മസിന് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻസ് ആദ്യമേ തന്നെ ഒത്തിരി ബൗൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര മെനക്കേടായിരിക്കും ഉണ്ടാക്കാൻ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അത് എടുത്തെടുത്ത് ഓരോന്ന് വെക്കുമ്പോൾ അത്ര ബൗളിൻ്റെ എണ്ണം തോന്നുന്നേ ഉള്ളൂ. സോ നമുക്കറിയാം നമ്മുടെ മസാലയൊക്കെ ഇപ്പം ഞാൻ ചേർത്തു. അതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോടാണ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് പാകത്തിന് മസാല ഒന്ന് റോസ്റ്റ് ആവണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ യോജിപ്പിക്കുക. നമ്മുടെ സവാള, പച്ചമുളക് ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിനി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ചിലപ്പോൾ ആ ഒരു ടെക്സ്ചറിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ അധികം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് വിട്ട് പോകുന്ന പോലെ ടെക്സ്ചറൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഈ ഒരു കറിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബീൻസ്, ക്യാരറ്റൊക്കെ ഇടാം. കാരണം ഇത് വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടും നമുക്ക് ഉണ്ടാക്കുമല്ലോ. ഇതിൻ്റെ ഒരു വെജ് ഫ്യൂഷനും വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റേറിയൻസിനും ഇതിൻ്റെ ചിക്കൻ ഒഴിവാക്കിയാൽ മാത്രം മതി. ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യുക. ചിക്കൻ ആൻഡ് ചിക്കൻ സ്റ്റോക്ക് മാത്രം മാറ്റുക. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് വെജ് സ്റ്റൂ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ചിക്കൻ സ്റ്റൂ ആണ് എല്ലാവർക്കും വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് എക്സ്ട്രാക്റ്റ് ആണ് കോക്കനട്ടിൻ്റെ. അതും ഈ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ഓൾറെഡി ചിക്കൻ വെന്തതാണ്, ബട്ട് ക്യാരറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളതല്ല. സോ ചിക്കൻ ഈസ് ഓൾമോസ്റ്റ് ഒരു 80% കുക്ക്ഡ് ചിക്കനാണ്. സോ അതുകൊണ്ട് ഇനി ഒരു നമ്മുടെ സെക്കൻഡ് എക്സ്ട്രാക്റ്റ് കോക്കനട്ട് മിൽക്കിൽ കിടന്ന് നമ്മുടെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് കുക്കാവണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചിക്കൻ പ്രഷർ കുക്ക് ചെയ്തപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അത് ഇതിനൊരു എൻഹാൻസ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ എൻറ്റയർ സ്റ്റൂ പ്രോസസ്സ് ആ ഒരു സ്റ്റൂവിൻ്റെ മൊത്തത്തിലുള്ളൊരു ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടിനെ നമുക്ക് വളരെയധികം ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോൾ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ചുകൂടെ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ കൂടെ കിടന്ന് ആ ഒരു യുണീക്ക് ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഒന്നാം പാലാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ആണ് ഇത് കോക്കനട്ട് മിൽക്കിൻ്റെ. ഇത് കുറച്ചും കൂടെ കട്ടി കൂടുതലായിരിക്കും. ഇത് ചേർക്കുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു തിക്നെസ്സാണ് വരുന്നത്. നമുക്ക് കാണാം. ഓൾമോസ്റ്റ് കണ്ടോ, നേരത്തെ കളർ ഇല്ലായിരുന്നു, പക്ഷേ നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും വൈറ്റ് കളറിൽ വരെയാണ്. ഇത് തിക്ക് റിച്ച് നല്ല യമ്മി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണിത്. ഇത് നമുക്ക് കഴിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇനി ബാക്കിയിരിക്കുന്ന സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നമുക്ക് മൊത്തത്തിൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ ആയിക്കോട്ടെ, കോക്കനട്ട് മിൽക്കിൻ്റെ ആയിക്കോട്ടെ, ആ പച്ചമുളകിൻ്റെയും നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലയുടെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഇതിൽ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്റ്റൂവിൻ്റെ ഫൈനൽ. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം, നല്ല വൈറ്റ് കളറിൽ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മൈദ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് മൈദ നമുക്ക് വേണ്ട. അത് അത്യാവശ്യം നമുക്ക് നാടൻ വിഭവങ്ങളിൽ നമ്മളിത് ട്രഡീഷണൽ രീതിയിലാണല്ലോ കാണിക്കുന്നത്. സോ അതിന് പകരം ഞാനിവിടെ കാഷ്യൂനട്ട് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 7-8 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഞാൻ മിക്സിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നന്നായി കുറുകി ഒരു നട്ടി ഫ്ലേവറും, അധികം നട്ടി ഫ്ലേവർ ഇതിൽ വരില്ല, ബട്ട് ആ ഒരു നട്ടീനെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ചേർത്തിട്ടുണ്ട് തിക്കനിങ് ഏജൻറ്റ്. കാരണം കാഷ്യൂനട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് നട്ടാണല്ലേ. ഇപ്പം തന്നെ കാണാം, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ ക്രീമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റൂ ഇവിടെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഞാനിവിടെ ഗാർണിഷിന് വേണ്ടിയിട്ട് നെയ്യിൽ നമ്മുടെ കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്ത് ഒഴിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാരം തന്നെയാണ്. നെയ്യിൽ തന്നെ വറുക്കണം. അത് കടിക്കാൻ കിട്ടുന്ന ഒരു യുണീക്ക് ടേസ്റ്റാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഡിഷാണ്.
അപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ, നമ്മുടെ വീശപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ, സ്റ്റീം ചെയ്ത ബ്രെഡിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഇതിൻ്റെ കൂടെ എല്ലാം ഈ കറി അമേസിങ് ആൻഡ് ഫാബുലസ് ടേസ്റ്റാണ്. ഇത് ക്രിസ്മസിന് നമുക്ക് ഇതില്ലാത്തൊരു ക്രിസ്മസ് ഇല്ല. എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒത്തിരി എനിക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒത്തിരി കമൻസും ഒത്തിരി സജഷൻസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ അതിനൊക്കെ മേക്കപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പ്ലീസ് എൻ്റെ വ്ലോഗ് ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.